പാലക്കാട് ഒറ്റപ്പാലത്തുണ്ടായ അരുങ്കൊലയുടെ പുതിയ അപ്ഡേറ്റുകളിൽ നിന്ന് നമുക്ക് ഈ മണിക്കൂർ തുടങ്ങാം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ദമ്പതികളെ വെട്ടിക്കൊന്ന സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട്. നാലകത്ത് നസീർ, ഭാര്യ സുഹറ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. 4 വയസ്സായ കൊച്ചുമകൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. മക്കളുടെ മുൻ ഭർത്താവ് റാഫിയാണ് പ്രതി. ആ റാഫിയെ പിടികൂടുന്ന ദൃശ്യങ്ങളിലേക്കാണ്. സച്ചിൻ സംഭവ സ്ഥലത്ത് നിന്ന് തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. സച്ചിനെ, ഇന്ന് രാവിലെ നമ്മൾ ഉണർന്നത് തന്നെ ഈ ഒരു അരുങ്കൊലയുടെ വാർത്തകൾ കേട്ടുകൊണ്ടാണ്. ഇപ്പോൾ ആ കൊലപാതകയെ പിടികൂടിയിരിക്കുന്നു, റാഫിയെ പിടികൂടിയിരിക്കുന്നു. ഇത് എന്താണ് സംഭവിച്ചത് എന്നുള്ള ചിത്രം തെളിയുന്നുണ്ടോ സച്ചിൻ? തീർച്ചയായും സേതു, വലിയ ദാരുണമായ സംഭവം തന്നെയാണ് ഇന്നലെ രാത്രിയോടുകൂടെ പാലക്കാട് ഒറ്റപ്പാലം തോട്ടരയിൽ നടന്നിട്ടുള്ളത്. ഈ കാണുന്ന വീട്ടിലേക്കാണ് റാഫി എന്ന ആൾ അതിക്രമിച്ച് കയറിക്കൊണ്ട് ദമ്പതികളെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. റാഫി വെട്ടിക്കൊലപ്പെടുത്തിയത് റാഫിയുടെ മുൻ ഭാര്യയായിരുന്ന സുൽഫത്തിൻ്റെ മാതാപിതാക്കളെയാണ്. അതായത് ഇവർ തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വിവാഹ ബന്ധമടക്കം വേർപെടുത്താനുള്ള കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ രാത്രിയോടുകൂടെ തന്നെ റാഫി, പൊന്നാനി സ്വദേശിയായിട്ടുള്ള റാഫി പാലക്കാട് പട്ടാമ്പി തോട്ടറയിലെ വീട്ടിലേക്ക് എത്തുന്നത്. അതായത് ഇവർക്ക് 4 വയസ്സുള്ള മകനുണ്ട്. ഈ മകൻ്റെ അവകാശ തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. നാട്ടുകാരും ചേരുന്നുണ്ട്. ഇന്നലെ എത്ര മണിയോടുകൂടിയായിരുന്നു സംഭവം? രാത്രി ഒരു 12 മണിക്കാണ് സംഭവം നടക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീ കയ്യിലൊരു കുട്ടിയായിട്ട് ഓടി വരികയാണ്. ഓടി വന്നിട്ട് അവിടെ നമ്മുടെ തോട്ടക്കര സെൻറ്ററിൽ എത്തിയിട്ട് അവിടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുടെ അടുത്ത് എൻ്റെ ഉപ്പയും ഉമ്മയും എൻ്റെ ഭർത്താവ് കൊലപ്പെടുത്തി, എന്നെയും കൊല്ലാൻ വേണ്ടി പിന്നാലെ വരുന്നുണ്ട്, രക്ഷിക്കണം പറഞ്ഞിട്ടാണ് ഈ കുട്ടി ഓടി വരുന്നത്. അപ്പോൾ അവിടെ നിൽക്കുന്ന ആളുകൾ നോക്കുമ്പോൾ പിന്നാലെ ഇയാൾ ഓടി വരുന്നുണ്ട്. അപ്പോൾ വെളുത്ത് പറഞ്ഞു, തൊട്ടപ്പുറത്തുള്ള വീട്ടിലേക്ക്, പള്ളിയുടെ സമീപത്തുള്ളൊരു വീട്ടിലേക്ക് നിങ്ങൾ കയറി നിന്നോളൂ, അപ്പോൾ അവിടെ പോയിട്ട് വീട്ടുകാരെ വിളിച്ചിട്ട് വേഗം അങ്ങോട്ട് കയറിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ യുവതിയും കുട്ടി കൂടി അങ്ങോട്ട് കയറിപ്പോയി. അപ്പോൾ പിന്നാലെ ഇയാൾ ഈ കൊലപാതകി പിന്നാലെ എത്തുകയും ഇവരങ്ങനെ ഒരു അമ്മയും മോളും പോകുന്നത് കണ്ടോ എന്ന് അന്വേഷിക്കുകയുണ്ടായി. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ ആൾ പറഞ്ഞത് അവർ ഞങ്ങളെ എന്നെ ഉപദ്രവിക്കുകയാണ്, അപ്പോൾ അത് അന്വേഷിച്ചു കൊണ്ട് വന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അയാളുടെ കയ്യിലൊരു കത്തിയുണ്ട്. ആ കത്തി കൊണ്ട് സ്വയം ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്നുണ്ട്, കയ്യിലൊക്കെ വരയുന്നുണ്ട് റാഫി. അതെ. എന്നിട്ട് അയാൾ ഈ യുവതിനെ അന്വേഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇവർ പെട്ടെന്ന് കയ്യിൽ ഒരു ശരീരം മുഴുവൻ ചോരയും കത്തിയൊക്കെ ഇവർക്കൊന്ന് പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. അപ്പോൾ പെട്ടെന്ന് പോലീസിന് വിവരമായിരിക്കും. പോലീസ് വന്ന് നോക്കുമ്പോഴാണ് കുട്ടിക്കും മുറിവേൽക്കുകയും ധാരാളം രക്തം കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് പോകുന്നതായിട്ട് കണ്ടത്. അപ്പോൾ പോലീസ് വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ആണ് ഉണ്ടായത്. അതിന് ശേഷമാണ് ഇവിടെ വന്ന് നോക്കുമ്പോൾ, ഈ വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് രണ്ടുപേരും മരിച്ചിടക്കുന്നതായിട്ട് കാണുന്നത്. വളരെ മൃഗീയ രീതിയിൽ അന്തര്യാവയങ്ങളൊക്കെ പുറത്തേക്ക് വരുന്ന രീതിയിൽ തന്നെ ഉള്ള ഒരു കൊലപാതകമായിട്ട് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. അത്രയും ഒരു മൃഗീയമായിട്ടുള്ളൊരു കൊലപാതകമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ളത്. തീർച്ചയായും അതിമൃഗീയമായ ഒരു കൊലപാതകം തന്നെയാണ് നടന്നിട്ടുള്ളത് എന്നാണ് നാട്ടുകാരും വ്യക്തമാക്കുന്നത്. അതായത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് പ്രതി ഈ വീട്ടിലേക്ക് എത്തുന്നത്. അതിനുശേഷം വാക്തർക്കത്തിൽ ഏർപ്പെടുകയും തുടർന്നാണ് മാതാപിതാക്കളെ വെട്ടിക്കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസിൻ്റെ നിഗമനം. ഇന്നലെ രാത്രിയോടുകൂടെ തന്നെ പ്രതിയെ പോലീസ് കീഴ്പ്പെടുത്തുന്നതും പിടികൂടുന്നതിൻ്റെ ദൃശ്യങ്ങൾ അല്പസമയം മുമ്പ് ന്യൂസ് മലയാളം പുറത്തു വിട്ടിരുന്നു. അതായത് കുടുംബ വഴക്കാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചത്. പ്രതി ലഹരിക്കടിമയാണ് എന്ന ഒരു വിവരവും പോലീസ് പ്രാഥമികമായി നൽകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പ്രതിയുമായുള്ള വിവാഹ ബന്ധം യുവതി ഉപേക്ഷിക്കാനുള്ള ഒരു കാരണമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. എന്നാൽ 4 വയസ്സുകാരിയുടെ അവകാശ തർക്കത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നത് എന്നുമാണ് നിലവിൽ പോലീസ് നൽകുന്ന വിവരം. അത്തരത്തിൽ വലിയ ദാരുണമായ സംഭവം തന്നെയാണ് പാലക്കാട് ഒറ്റപ്പാലത്ത് നടന്നിട്ടുള്ളത്. ശരി സച്ചിനെ, ഓക്കെ.